കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കു ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ടൂർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മൂവാറ്റുപുഴ ഹോളി മാഗി പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ടൗൺ കരോൾ നടത്തി. പള്ളി അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച ടൗൺ കരോൾ നഗരം ചുറ്റി തിരികെ പള്ളി അങ്കണത്തിൽ സമാപിച്ചു. സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും മാതൃകയായി മൂവാറ്റുപുഴ ഹോളി മാഗി പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ടൗൺ കരോൾ ഒരുക്കി. ഗാനാലാപനങ്ങളും പൂജരാജക്കന്മാരുടെയും ആട്ടിടയന്മാരുടെയും സാന്താക്ലോസിന്റെയും വേഷമണിഞ്ഞ കുട്ടികളുടെ ടാബ്ലോയും ഉണ്ണിമിശിഹായും പരിശുദ്ധ അമ്മയും പിതാവും അടങ്ങുന്ന തിരുക്കുടുംബത്തിന്റെ ടാബ്ലോയും 50ഓളം കുട്ടികൾ അടങ്ങുന്ന മാലാഖ വൃന്ദവും അണിനിരുന്നപ്പോൾ മൂവാറ്റുപുഴ പട്ടണം സത്യത്തിൽ ബെത്ലഹേം നഗരി പോലെയായി. ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ നയിക്കുന്ന ടൗൺ കരോളാണ്. മൂവാറ്റുപുഴ ഹോളി മാഗി പള്ളിയിൽ നിന്നും ആരംഭിച്ച ടൗൺ കരോൾ KSRTC ബസ് സ്റ്റാൻഡ് വഴി ആരക്കുഴ റോഡിൽ പ്രവേശിച്ച് തിരികെ പള്ളി അങ്കണത്തിൽ സമാപിച്ചു. ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നടന്ന കരോൾ സംഗീത സായാഹ്നം മലങ്കര ഓർത്തഡോക്സ് സഭ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ അത്തനാസിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. പ്രത്യാശ കണ്ടെത്തി ക്രിസ്തുവിൻ്റെ ജനനം ഇതിനൊരു പരിഹാരമാകുമെന്നുള്ള ബോധ്യത്തിലും പ്രത്യാശയിലുമാണ്. അവിടെയാണ് നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഒരു വില എന്ന് പറയുന്നത്. അതിൻ്റെ വില മനസ്സിലാക്കി നമുക്ക് അവിടെ നടന്ന സംഭവത്തിൻ്റെ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ച മറിയാമിൻ്റെ ഭാഗത്തു നിന്ന് സാക്ഷികളായി തീർന്ന സമൂഹത്തിൻ്റെ ഭാഗത്തുണ്ടായ ആ വലിയ വ്യഥയുടെയും വേദനയുടെയും അർത്ഥം മനസ്സിലാക്കി നമുക്കിത് ആഘോഷിക്കുവാൻ സാധിക്കേണ്ടതാണ്. സാഹചര്യങ്ങൾ മാറി വന്നാലും ഇതിനൊന്നും വ്യഥയ്ക്കും വേദനയ്ക്കും അതിൻ്റെ വിലയ്ക്കും ഒന്നും ഒരു കുറവുമില്ല. മാറി വരുന്നൊരു സാഹചര്യത്തിൽ ഈ വില നമ്മൾ മനസ്സിലാക്കി ആവശ്യം എവിടെയെന്ന് കണ്ടെത്തി ഐക്യദാർഢ്യപ്പെടുവാനും നമ്മുടെ സാന്നിധ്യവും പിൻബലവും നൽകുവാനും നമുക്ക് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമുക്ക് സാധിക്കുമ്പോഴാണ് ക്രിസ്മസിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് നമുക്ക് കണ്ടെത്തുവാനാകൂ. മാത്തിക്കുഴൽനാടൻ MLA ആശംസകൾ നേർന്നു. മൂവാറ്റുപുഴയിലെയും സമീപ പ്രദേശങ്ങളിലെയും വിവിധ സഭകളുടെയും സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ നടന്ന സംഗീത സദസ്സ് ഗ്ലോറിയ 2024 13 ടീമുകളിലെ 300ഓളം പേർ പങ്കെടുത്തു.
മൂവാറ്റുപുഴ ഹോളി മാഗി പള്ളി വികാരി ഫാദർ കുര്യാക്കോസ് കൊടകലിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ സെബാസ്റ്റ്യൻ നെടുമ്പുറത്ത്, മൂവാറ്റുപുഴ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം, കൈക്കാരന്മാർ, ജനപ്രതിനിധികൾ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ എന്നിവർ കരോളിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.